ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല കടല റോസ്റ്റ് ആണ്. ഈ ഒരു കടല റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള 1/4 കിലോ കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. കൂടെ തന്നെ വെന്തുവരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കണം. ഈ സമയത്ത് റോസ്റ്റിന് ആവശ്യമായ ഒരു സവാളയും 1 ബോൾ വെളുത്തുള്ളിയും 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും 3 വറ്റൽ മുളകും 1 സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും 1/2 സ്പൂൺ അളവില് ചിക്കൻ മസാല പൊടിയും ടീസ്പൂൺ അളവില് പെരുംജീരക പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ചേർക്കാം. കടലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം കടലയിലേക്ക് മസാലയെല്ലാം പിടിച്ചു കിട്ടാനായിട്ട് 5 മിനിറ്റ് നേരം മൂടി വെച്ചാണ് നമുക്കൊന്ന് കടല വേവിച്ചെടുക്കേണ്ടതും. മസാലയെല്ലാം കടലയിലേക്ക് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കടല റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ.